37 സങ്കീർത്തനം നമ്മൾ ഒരുമിച്ച് വിടാതെ 4 പാർട്ടുകളാക്കി എടുത്തത് എന്തിനാണെന്ന് എനിക്ക് ആദ്യമേ ഒരു പിടിയുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ സംസാരിച്ച് വരുമ്പോഴാണ് മനസ്സിലായത് ഇത് കുറേശ്ശെ എടുത്തതായിരുന്നു നല്ലത്. നമ്മൾ ഒന്നാമത്തെ ഭാഗം ആദ്യം എടുത്തു. ഇതിപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ്. 37 സങ്കീർത്തനം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇതിനെ ഒരു 4 പാർട്ടാക്കി തിരിക്കുകയാണ്. 4 പാർട്ടാക്കി തിരിച്ച് 4 പ്രസംഗമാക്കാനാണ് പോകുന്നത്. പ്രസംഗം നിങ്ങളാക്കിക്കോണം. 4ൻ്റെയും ഫോർമാറ്റ് ഞാൻ തരും. ഓക്കെ, 4 പ്രസംഗത്തിൻ്റെ ഫോർമാറ്റ് ആദ്യം തരാം. എന്നിട്ട് ഇന്നിപ്പോൾ പ്രസംഗിക്ക് എത്ര സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ആ ഭാഗത്തുനിന്ന് കുറച്ച് പറയണം. എങ്കിലും നിങ്ങൾക്ക് ഫോർമാറ്റ് പറയുമ്പോൾ ഒരുവിധ ഐഡിയ കിട്ടും. മനസ്സിലായല്ലോ? ഫോർമാറ്റ് പറയും. ഒന്ന്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇത് നീതിമാനെയും ദുഷ്ടനെയും തമ്മിൽ ഒന്ന് ചേർത്ത് പഠിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പം നമ്മളെക്കുറിച്ചും മറുസൈഡിൽ നിൽക്കുന്ന ഒരാളിനെ കുറിച്ചുമാണ് ഈ സംസാരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് നീതിമാനാകാം, എങ്കിൽ മറുസൈഡിൽ നിൽക്കുന്ന ദുഷ്ടനാണ്. അല്ലെങ്കിൽ നമുക്ക് ദുഷ്ടനാകാം, മറുസൈഡിൽ നിൽക്കുന്ന നീതിമാനാണ്. ഏതായാലും നമുക്കിതിൽ ഏതെങ്കിലും ഒന്നായേ പറ്റൂ അല്ലേ? നമുക്കിഷ്ടം നീതിമാനാണ്, പക്ഷെ അത് ഒരുപാട് റിസ്ക്കാണ്. നമുക്കെല്ലാവർക്കും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകളഞ്ഞതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് വിട്ടുകളഞ്ഞത്? പറ്റാത്തതുകൊണ്ടല്ല, താല്പര്യമില്ലാത്തതുകൊണ്ട്. പറ്റാഴികയൊന്നുമില്ല. നമ്മളെക്കാൾ ക്യാമന്മാരൊന്നുമല്ല ഡോക്ടേഴ്സായിട്ട് എഞ്ചിനീയേഴ്സായിട്ട് ഇരിക്കുന്നത്. അതിന് ഇച്ചിരി വില കൊടുക്കണം, ഉറക്കൊഴിയണം, കുറച്ച് പാടണം. അപ്പം നമ്മൾ നോക്കിയപ്പോൾ എന്തിനാണ് അത്ര റിസ്ക് എടുക്കുന്നത് അല്ലേ? വല്ല മുല്ലപ്പുറകെ കഴിക്കാൻ മൂടിക്കൊണ്ടിടന്ന് ഉറങ്ങുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയെങ്കിലും വന്നെത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ് അല്ലേ? ശ്രമിച്ചാൽ നമ്മൾ എല്ലാവരെയും കൊണ്ടും പറ്റും. പക്ഷെ നമ്മൾ ശ്രമിക്കില്ല. എല്ലാവർക്കുമുള്ള ടൈം നമുക്കും തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള 1.5 കിലോ തലച്ചോറും തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഉപയോഗമില്ല. നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. അത് വലിയൊരു കാര്യമാണ്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക അല്ലേ? അത് മടിയന്മാരുടെ ഒരു ഫിലോസഫിയാണ്. അത് പറഞ്ഞത് വേറെ കാര്യത്തിനാണ്. അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മടിക്കത് ഉപയോഗിക്കും. എൻ്റെ കൺവെൻഷനൊക്കെ വന്നിട്ട് ഈ സൈസ് പിള്ളേരൊക്കെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് പറയാറുണ്ട്, ഇനി നമുക്ക് പഠനത്തിലൊന്നും കാര്യമില്ല, കാരണം കർത്താവ് വരാൻ പോവാണ്. എന്നിട്ട് അവൻ എവിടെ പോവാണ്? ഇവൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. അല്ലാതെ അവൻ ഇങ്ങോട്ട് ആത്മാവ് കയറിയിട്ടോ മാനസാന്തരപ്പെട്ടിട്ടോ ഒന്നുമല്ല. അത്രയും കേട്ടപ്പോൾ ഇപ്പൊ കർത്താവ് വരും, ഇപ്പൊ കിടന്ന് പഠിച്ച് കളയാതെ ക്രിക്കറ്റ് കളിക്കാം. അതുപോലെയാണ് ഇപ്പോൾ ഒരു നമ്പർ അടിച്ചത്. അതിൽ വലിയ കഥയില്ല. മനസ്സിലാണ്ടോ? ഉണ്മാനും ഉടുപ്പാനും മതിയെങ്കിലും മതിയെന്ന് വെക്കണമെങ്കിൽ കയ്യിലിരിക്കുന്ന ബാഗ് എൻ്റെ തരണം. അത് തരത്തില്ല. അത് മീൻ വാങ്ങാൻ 100 രൂപ. അപ്പൊ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് 100 രൂപ. കണ്ട? അതാണല്ലോ ഞാൻ പറയാൻ വേണ്ടിയിട്ടല്ലോ. ഇതാണ് എൻ്റെ സംഭവം. അപ്പൊ ഈ പറയുന്നതൊക്കെ തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കം ബാക്ക്. അപ്പോ നമ്മൾ നീതിമാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പോസിറ്റീവ് സൈഡിലാണെങ്കിൽ നമുക്ക് ലഭ്യമാകേണ്ട 3 പേരുകൾ ആണ് ആദ്യത്തെ പൊസിഷൻ. 3 പേരുകൾ ഈ സ്ഥലത്ത് നിന്ന് എടുക്കുകയാണെ. ഈ സ്ഥലത്ത് നിന്ന് മാത്രം. ഒന്നാമത്തെ പേര് സൗമ്യൻ. അതാണ് 11-ാം വാക്യത്തിൽ കിടക്കുന്നത്. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശം. നമുക്ക് ആ ഭാഗം തൊടണ്ട. ഭാഗം തൊട്ടാൽ പോയി വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ 1 സൗമ്യൻ. ആ പേര് നമുക്ക് യോജിക്കുമോ? യോജിക്കല. നമ്പർ 2 നീതിമാൻ. അതും യോജിക്കില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എഴുതിയെടുക്കാം. 3 നിഷ്കളങ്കൻ. നീതിമാൻ എന്ന വാക്ക് 12-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നിഷ്കളങ്കൻ എന്ന വാക്ക് 18-ാം വാക്യത്തിലും കിടപ്പുണ്ട്. വിത്ത് റെഫറൻസ് എഴുതിയെടുത്തോണം. അതൊരു വീട്ടിൽ ചെന്നിട്ട് അനുവാദമായിട്ട് നിങ്ങൾ ധ്യാനിച്ചോളാം. ഭയങ്കര സാധനമാണിത്. പിന്നെ പ്രസംഗിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, പ്രസംഗിക്കാം. പ്രശ്നമൊന്നുമില്ല, പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ 3 പേരുകൾ കിട്ടിയല്ലോ. ഈ 3 പേര് നമുക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്കുള്ള ഒറ്റ പേര് ദുഷ്ടൻ എന്നാണ്. നല്ല പേരാണ്, വലിയ കുഴപ്പമൊന്നുള്ള പേരല്ല. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അത് പിന്നെ മോശം പേരൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സമാധാനമായി കാണുമെന്ന് പ്രത്യാശിക്കുന്നു. 2 നമുക്ക് കിട്ടാൻ നമുക്കല്ല, നീതിമാന് അല്ലെങ്കിൽ നിഷ്കളങ്കന് അല്ലെങ്കിൽ സൗമ്യന് കിട്ടാൻ പോകുന്ന നന്മകൾ നമുക്കാണെന്ന് പറഞ്ഞ് ആരും കിടന്ന് കൈയടിക്കാൻ പോലും നമുക്കൊന്നും ചെയ്യരുത്. അതാരാണോ അങ്ങേർക്ക്.
വിജയകുമാർ സാറാണെങ്കിൽ വിജയകുമാർ സാറിന്, ബാലു ആണെങ്കിൽ ബാലുവിന്. പിടിയിട്ടല്ലോ. അവിടെ കൂടെ ഇരിക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല. വിജയകുമാർ സാറിന് കിട്ടുന്ന ആൻറ്റിക്ക് കിട്ടത്തില്ല. ആൻറ്റി അതുപോലെ ആയിരുന്നാലും ആൻറ്റിക്ക്, കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ആണ് പോകുന്നത്. കുടുംബമായിട്ടല്ല വിളിക്കുന്നത്. അതുകൊണ്ട് കിടന്ന് ആകുലപ്പെടുവൊന്നും വേണ്ട. അവിടെ കുടുംബമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും? എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. ഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെയാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്. വെറുതെ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി, വീട്ടിലൊരു പാമ്പ് കയറിയാൽ തല്ലിക്കൊല്ലാൻ വേണ്ടി ഒരു പുരുഷൻ, പിന്നെ അവരുണ്ടാക്കുന്ന സമ്പത്തുകളൊക്കെ കൈമാറാൻ വേണ്ടി 2 പിള്ളേര്. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. എന്ത് എല്ലാവരും ഒരുമാതിരി ഇരിക്കുകയാണ്. ഇതെന്താ അങ്ങനെ പറയുന്നതാണ്? ഇതാണ് അതിൻ്റെ ന്യായം. ഇത് വേറെ കാര്യമൊന്നുമില്ല. അതായത് ഒരുമിച്ച് ചേർന്നവിടെ വേറെ വലിയ കാര്യമൊന്നുമില്ല. ആ കൂട്ടായ്മ നമ്മളങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സെറ്റപ്പിനകത്ത് ചെയ്തെടുക്കേണ്ടത് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനുള്ള വഴി തെളിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ. ഇപ്പം നമ്മൾ വണ്ടി കയറുന്ന ട്രെയിനിലൊക്കെ കയറിയിട്ട് നമ്മൾ കുറേ പേര് കമ്പനി കൂടാറുണ്ട് അല്ലേ? ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കമ്പനി, നമ്മളെ കമ്പാർട്ട്മെന്റില്ല, നമ്മുടെ കൊച്ച് ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ, ക്യാബിനിനകത്തിരിക്കുന്ന എല്ലാവരുടെ കമ്പനിയാവും. അത് അങ്ങോട്ടുള്ള യാത്ര സുഖമാക്കാൻ വേണ്ടി മാത്രമാണ് കമ്പനിയാവുന്നത്. അവനവൻ്റെ സ്ഥലത്തുമ്പോൾ അവനവൻ ഇറങ്ങിപ്പോവും. അല്ലാതെ ഇയാൾ അങ്ങറ്റം വരെ പോവാണ്, ഞാനും പോവുകയാണ്, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. മാനസികമായി ചെറിയ പിരിതെറ്റുള്ളവർ അല്ലേ? ഇയാൾ ഇവിടെ ഇറങ്ങുന്നെന്നും പറഞ്ഞു കൂടെ ഇറങ്ങുന്നവരും ഇല്ല. നമ്മൾ കാസർഗോഡത്തേക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ കാസർഗോഡ് പോകും, എറണാകുളത്ത് ഇറങ്ങുന്നത്. ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ശരി, അടുത്ത ആൾ വാ. അത് തന്നെയാണ് ലൈഫ്. അപ്പൊ നമ്മളിവിടെ നീതിമാനാണെങ്കിൽ, സൗമ്യനാണെങ്കിൽ, നിഷ്കളങ്കനാണെങ്കിൽ കിട്ടാൻ പോകുന്ന 3 ബ്ലെസ്സിങ്. 1, അബൻഡൻസ്, സമൃദ്ധി. അത് 1-ാം വാക്യത്തിൽ 11 പറയുകയാണ് കേട്ടോ. ഇത് ചുമ്മാ സമൃദ്ധി അല്ല കേട്ടോ, കുറെ പൈസ അല്ല. അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പൈസയുള്ള എത്ര ആൾക്കാരുണ്ട്, സ്വത്തുള്ള എത്ര ആൾക്കാരുണ്ട്, എവിടെയൊക്കെ സ്ഥലം കിടപ്പുണ്ടെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ടെന്ന് അറിയാം. അതിൽ കഥയൊന്നുമില്ല. അംബാനിക്കൊക്കെ ഇഷ്ടം പോലെ സമൃദ്ധി. അതല്ല സമൃദ്ധി എന്ന് പറഞ്ഞാൽ സമാധാന സമൃദ്ധി. അതിന്ന് പ്രസംഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് തോന്നുന്നില്ല. സമാധാന സമൃദ്ധി. എന്തുണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ പോയി. സമാധാന സമൃദ്ധി ഉള്ളത് ദൈവമൊക്കെ ഉള്ളൂ. സമാധാന സമൃദ്ധി. അതിന് നിറച്ച് കാശ് വേണമെന്നൊന്നുമില്ല, രോഗം പാടില്ലെന്നൊന്നുമില്ല, വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. സമാധാനം ഒരു പ്രത്യേക സാധനമാണ്. അതൊരു വലിയ ടോപ്പിക്കാണ്. ആ വാക്ക് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. സമാധാന സമൃദ്ധി എന്നാണ് കിടക്കുന്നത്. ദ അബൻഡൻസ് ഓഫ് പീസ്. ഭയങ്കരമാണ് വാക്ക്. ആൾക്കാർ ചർച്ചിലൊക്കെ വരുന്ന ഒരു ഇച്ചിരി സമാധാനം കിട്ടാനാ ഭയങ്കര മുട്ടുവേദന. ഒന്ന് പ്രാർത്ഥിച്ചാൽ ചെറിയ വേദന മാറുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ അവർക്ക് നമ്മൾ കുപ്പിവെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കും. വേറെ ചർച്ചിൽ പോകണം കുപ്പിവെള്ളം പ്രാർത്ഥിക്കണം. ഇവിടെ ഒന്നുമില്ല. കുപ്പിവെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കും. നമ്മളിങ്ങനെ ടാങ്കിൽ വെള്ളം നിറച്ചടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിരിക്കുക, നിങ്ങൾ കുടിച്ചുകൊണ്ട് പോവുക. നമ്മൾ ടാങ്ക് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെള്ളം നിറച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടിരിക്കും. ആവശ്യമുള്ളൊരു കുപ്പിക്ക് കോരിക്കൊണ്ട് പോകണം. അല്ലാതെ നാളെ ആകുമ്പോൾ കുപ്പിക്ക് മുട്ടുവേനെന്ന് പറഞ്ഞ് കൊണ്ടുവരരുത്. മുട്ടുവേനയ്ക്കൊക്കെ എല്ലാത്തിനെയും വേറെ മരുന്ന് പറഞ്ഞു തരും. ഇതിനകത്ത് വേറെ കൊച്ചു മരുന്നുണ്ട്, അത് കഴിച്ചാൽ എല്ലാം ശരിയാവും. സൗമ്യത ഉള്ളവർ സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കുമെന്നാണ് പറയുന്നത്. ഇത് സൗമ്യതയുടെ കണിക പോലുമില്ല. ഭയങ്കര പ്രശ്നക്കാരനാണ്. അയാൾക്ക് സമാധാനം പറയാൻ ഞാൻ എന്ത് സാധനം പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കുടിച്ചാൽ അത് ശരിയാവും? ഒന്നും ശരിയാവില്ല. കുടിച്ച് പ്രാർത്ഥിച്ച് തന്നെ എൻ്റെ ഊപ്പാട് വരും, കുടിച്ച് നിങ്ങളുടെ ഊപ്പാട് വരും. സമാധാനം വരുമല്ല. സമാധാനം സിമ്പിൾ സാധനം, സൗമ്യത. ഞാൻ പിന്നെ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. പറയണമെന്നാണ് വിചാരം. ഇതെന്തോ പറയാം. അപ്പം 1, അബൻഡൻസ്. അതെല്ലാത്തിലായിക്കോട്ടെ. ആരോഗ്യത്തിൽ അബൻഡൻസ്, സമാധാനത്തിൽ അബൻഡൻസ്, സമ്പത്ത്, ഇതെല്ലാം വരും കേട്ടോ. ഇതെല്ലാം അതിനകത്ത് വരും. പക്ഷെ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സമാധാനത്തിന്റെ സമൃദ്ധിയാണ്. സമാധാനത്തിന്റെ സമൃദ്ധി വന്നാൽ, ഇപ്പൊ ആഹാരത്തിന്റെ സമൃദ്ധി ഒരുപാടുണ്ടെന്നിരിക്കട്ടെ, ഇഷ്ടം പോലെ ഫുഡുണ്ട്. ഹൈ ഡയബറ്റിക്കുമാണ്, ഹൈ പ്രഷറുമാണ്, ഒന്നും തിന്നാക്കൂല. അപ്പൊ ഇത് മാച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആഹാരം പച്ചമുളക് ഇതായാലും കുഴപ്പമില്ല, അസുഖമില്ലായിരിക്കണം, എങ്കിലും ഇത് നമുക്ക് കഴിയാം. മറ്റേ ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ സാധനം എല്ലാവരും ഇവിടെ തിന്നാൻ പറ്റില്ല. നമ്പർ 2, 18-ാം വാക്യം. ശാശ്വതം, ഇറ്റേണൽ. നമ്മുടെ അവകാശം ശാശ്വതമായിരിക്കും. എനിക്കിപ്പോ ഇച്ചിരി അവകാശമുണ്ട് കേട്ടോ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എനിക്കത് ശാശ്വതമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 5 വർഷം കഴിയുമ്പോൾ പിള്ളേർ വന്നിരിക്കും, ഇങ്ങനെ എഴുതരാൻ പറയും. അല്ല, ഞാനിനി ഇരുന്നാൽ തന്നെ 2050 അല്ലെങ്കിൽ 80 എനിക്കിത് കൈവിട്ടല്ലേ പറ്റൂ. അപ്പൊ ഇതെനിക്ക് ശാശ്വതമല്ല. കിട്ടിയോ?
എനിക്ക് എന്തൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറയുന്നു, ശരീരമടക്കം ഒന്നും ശാശ്വതമല്ല. പക്ഷേ നിഷ്കളങ്കന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന അവകാശം ശാശ്വതമാണ്. അത് നിത്യത വരെ നിൽക്കുന്നതാണ്. അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ നമുക്ക്? അതാണ് നമ്മുടെ കണ്ണ് അവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള ശാശ്വതമല്ലാതെ അത് ഓട്ടം നോക്കുന്നത്, അല്ലേ? കണ്ണട എൻ്റെ അതുപോലെ ഇത് ഞങ്ങൾ കൊണ്ടുപോകും അല്ലേ, ഇതെടുത്തോട്ട് പോവുക, ഇത് ഞങ്ങൾ കൈവശമാക്കും. നമ്മുടെ സമ്പത്തൊക്കെ ആൾക്കാർ കൈവശമാക്കാൻ കേസ് കൊടുക്കും, വെട്ടിപ്പിടിക്കും, അല്ലേ? നമുക്ക് ശാശ്വതമല്ല, അങ്ങർക്ക് ശാശ്വതമല്ല. ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് ആർക്ക് ശാശ്വതമല്ല. ശാശ്വതമായത് അക്കരെ ഒന്നേ ഉള്ളൂ, അത് നിഷ്കളങ്കന്മാർക്ക് കിട്ടും. ഭയങ്കര പാടാണ് ഈ സംഭവം. നിഷ്കളങ്കന്മാർക്ക് കിട്ടും. നമ്പർ 3, 19 വാക്യം വായിക്ക്. തൃപ്തരായിരിക്കും. The last part, തൃപ്തൻ, സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി. 3 വാക്യം കിട്ടിയേ. അപ്പൊ നമ്മൾ നിഷ്കളങ്കനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 3 സാധനം: 1 സമൃദ്ധി, 2 ശാശ്വതം, 3 തൃപ്തി. ഇതിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സൂപ്പറായി. ക്രിസ്തുവിൽ ഇതാ ഉള്ളത്. അല്ലെ, മുട്ടുവേദന, പല്ലുവേദന, പിന്നെ കൊരു, പരു, ചൊറി കയ്യിൽ വെച്ചിരുന്ന നിങ്ങൾ. സ്തോത്രം. ഇതെല്ലാം നല്ലതാട്ടോ, അത് കൊള്ളാം. അതൊക്കെ ക്ഷണ നേരത്തേക്കേ ഉള്ളൂ. ഒറിജിനൽ സാധനം ഈ 3 ക്വാളിറ്റി അതിനകത്ത് വേണം. നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് സമൃദ്ധി വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം 2 സ്പൂൺ വെച്ച് എന്നുള്ള ഗതിയല്ല ചോദിക്കുക, ഇല്ലേ വിജയകുമാർ സാറ്? തരുന്നെങ്കിൽ വൃത്തിക്ക് തരണം, അല്ലേ? അല്ല, 2 സ്പൂൺ വെച്ച് നമ്മളൊരുമാതിരി കൊതിയുമാക്കി, നാക്കും ഇല്ലാതാക്കി, എന്താണ്ട് പറ്റാത്ത പോലെ. ക്രിസ്തു നമുക്ക് തരുന്ന അങ്ങനാണ്, സമർത്ഥമായ ജീവൻ. സമർത്ഥമായ ജീവൻ. വാക്കുകൾ ഭയങ്കരമാടെ. നിന്ന് പ്രസംഗിച്ചാൽ ഞാൻ അങ്ങ് നിൽക്കും, അത്ര നല്ല മൂഡ് എനിക്കുണ്ട്. അപ്പൊ നമ്പർ 3 ഇറ്റേണൽ, നമ്പർ 3 തൃപ്തി. മതി, അത്ര അതോടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് പോർഷൻ, ദുഷ്ടൻ നീതിമാനെതിരെ ചെയ്യുന്ന 4 കാര്യങ്ങൾ. ഇപ്പൊ 2 പ്രസംഗം കഴിഞ്ഞേ. 1 ഗുണം പിടിക്കുന്നവന്റെ പേരുകൾ 3 എണ്ണം. 2 അവന് കിട്ടുന്ന ബ്ലെസ്സിങ്സിന്റെ ക്വാളിറ്റി 3 എണ്ണം. 3 നമ്മുടെ എതിരെ നിൽക്കുന്നവനല്ല, ദുഷ്ടൻ നീതിമാനെതിരെ. അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഞാൻ ഇതിൽ ഈ ലാസ്റ്റ് പോർഷൻ ഇങ്ങനെ, കർത്താവേ സമയമില്ല, ഇത് വേണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞേ അത് വേണമെന്നാ പറഞ്ഞേ. അങ്ങനെയാണ് 4 പോർഷൻ ആയിപ്പോൾ. അല്ലെ 3 കൊണ്ട് ഞാൻ തീർക്കുമായിരുന്നു. ഭയങ്കര പ്രസംഗിക്കാനുള്ള സെറ്റപ്പിലാണ് വന്നേ. അപ്പോഴാണ് 1 പോർഷൻ കൂടെ കൊണ്ടുപോകണം. അത് ലാസ്റ്റ് പോർഷൻ ഞാൻ പറഞ്ഞുതരാം. ദുഷ്ടൻ നീതിമാനെതിരെ എതിരെ ചെയ്യാൻ പോകുന്ന ഒരു 4 ഐറ്റം. നമ്പർ 1, 12 വാക്യം, ദോഷം നിരൂപിക്കുന്നു. അപ്പൊ 1 നിരൂപിക്കുന്നു, ദോഷം നിരൂപിക്കുന്നു. ഇതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടോ? ഒരിക്കലും ദൈവത്തിനും പിശാചിനും അല്ലാതെ ആർക്കും അറിയില്ല ഈ ഒരു സംഭവം അകത്ത് നടക്കുന്നത്. തലച്ചോറിന്റെ അകത്ത് ഒരുത്തനെതിരെ ഒരു പണി ചെയ്യാൻ വേണ്ടി ചെലന്തി വല കെട്ടുന്നത് വേറെ ആർക്കും അറിയില്ല. നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. നമുക്ക് 3 പേർക്ക് അറിയാവൂ. അതാണ് ദുഷ്ടന്റെ തലച്ചോറിന്റെ അകത്ത് നടക്കുന്ന ഒരു ചർച്ച, കമ്മിറ്റി. ദൈവം അതിൽ ഇടപെടുത്തൊന്നുമില്ല. പിശാചി സപ്പോർട്ട് ചെയ്യും കേട്ടോ. ചായയൊക്കെ കൊണ്ടു കൊടുക്കും, ഷാർജ വേണമെങ്കിൽ ഷാർജ കൊണ്ടു കൊടുക്കാൻ. ചർച്ച നടക്കുകയല്ല, അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും പിശാചി ചെയ്ത് കൊടുക്കും. അല്ല, പിശാചിയുടെ വലിയ പുള്ളിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മൈക്കൊക്കെ തരുന്ന താഴത്തേക്ക് വെച്ചു കൊടുക്കും, ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ട് വെച്ചു കൊടുക്കും. പെട്ടെന്ന് ചിന്തിക്കേ. അല്ല, വേറെ പിശാചിനോട് റോൾ. നമ്മളൊരിക്കലും പിശാചി അവിടെ എടുത്ത് ഭയങ്കര അരിയായിട്ട് കാണുന്നു, ഒന്നും ചെയ്തില്ല. പിശാചി നൈസായിട്ട് അതിനോട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. വെള്ളമൊക്കെ എടുത്ത് വെച്ചു കൊടുത്ത് ചിന്തിക്കുക. അങ്ങനെ തന്നെ നിരൂപിക്കേ. ഈ നിരൂപണം തലയ്ക്കകത്താണ്, വേറെ ആരും അറിയുന്നില്ല. നമ്പർ 2, തൊട്ടടുത്ത് കിടപ്പുണ്ട്, പല്ല് കടിക്കുന്നത് പറഞ്ഞാൽ പതുക്കെ സാധനം തലേന്ന് ഇറങ്ങി ചുണ്ടിൽ വന്നു. ചിലർ കടിക്കുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർ ചിരിച്ചോണ്ട് കടിച്ചു കളയും. അറിയത്തില്ലേ? ദൈവകൃപയുള്ളവർക്ക് മനസ്സിലാവും. കൈ തരുമ്പം തന്നെ കിരിയിരിക്കുന്നത് മനസ്സിലാവും. നമുക്ക് ഇങ്ങനത്തെ കൃപാവരം ഉണ്ടെങ്കിൽ നമ്മൾ ദുഷ്ടനാണ്. തലക്കകത്ത് ചിന്തിക്കുന്നു, ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ്
സെക്കൻഡ് സ്റ്റേജ് ചുണ്ടിലെത്തുന്നു. കിട്ടില്ല. നമ്മുടെ ചുണ്ടിലെത്തുന്നത് മറ്റുള്ളവനെ അനുഗ്രഹിക്കുന്നതാണോ? വച്ചിട്ടുണ്ടോ അതിനെ? സ്തോത്രം അല്ലേ? മറ്റുള്ളവനെതിരെ നമ്മൾ നിരൂപിക്കുകയാണ്. മറ്റുള്ളവർക്കെതിരെ നമ്മൾ നല്ലതാണോ നിരൂപിക്കുന്നത്, കെണിയാണോ നിരൂപിക്കുന്നത്? നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ നിരൂപണം കർത്താവിന് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ? നോ ഐഡിയ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ദോഷം നിരൂപിക്കുന്നെങ്കിൽ നമ്മൾ ദുഷ്ടൻ തന്നെയാണ്. ഇത് ഭയങ്കര. ഈ പ്രസംഗം പറ്റി നാളെയും പ്രസംഗിക്കാം. 2 ദിവസം പ്രസംഗിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇനി വേറൊരു പ്രസംഗം എൻ്റെ മറുസൈഡിൽ ഇരിപ്പുണ്ട്, അത് മാറ്റിയിട്ട് ഇത് തന്നെ പ്രസംഗിക്കണം. കണ്ടത് ഗംഭീരമായ കാര്യമാണ്. അപ്പം നമ്പർ 1 നിരൂപിക്കുന്നു. നമ്പർ 2 ചുണ്ടിൽ സാധനം വന്നു. നമ്പർ 3 14 വാക്യം. എളിയവനെയും ദരിദ്രനെ വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി. ഇപ്പൊ നമുക്ക് ഏറെക്കുറെ പിടിയിട്ടും ആളെ സ്ഥാനം ഊരി കഴിഞ്ഞു. 4 വില്ല് കൊലച്ച് നിൽക്കുന്ന നിപ്പാണ് നിപ്പ് അല്ലേ? രാമൻ വില്ല് കൊലച്ച് നിൽക്കുന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. കൊലച്ച് നിൽക്കുക, അത് ഫൈനൽ സ്റ്റേജാണ്. മറ്റുള്ളവർ നമുക്കെതിരെ കൊലയ്ക്കുന്നതിന് തെറ്റില്ല. നിങ്ങൾ അങ്ങോട്ട് കൊലച്ച് നിൽക്കുന്നുണ്ടോ? 3-മത്തത് വാളൂരുക, 4-മത്തത് വില്ല് കൊലയ്ക്കുക. നമ്മളിതിൽ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു? നമുക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ നിൽപ്പുണ്ടോ? നമുക്കെതിരെ നിൽക്കുന്നതായിട്ട് നമുക്കൊരു അറിവ് കിട്ടിയാൽ അവന്റെ ഗതി എന്താവും? നമുക്കെതിരെ ഇമ്മാതിരി ഒരുത്തൻ നിൽക്കുന്നതായി നമുക്കൊരു അറിവ് കിട്ടിയാൽ നമ്മുടെ ഗതി എന്തായിരിക്കും? നമ്മുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? നമുക്ക് സൗകര്യങ്ങൾ ഉള്ളപ്പോഴുള്ള കാര്യമാണ് എൻ്റെ ചോദ്യം. കർത്താവ് പറയുകയാണ്, ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടുന്ന് ടീമിന് വരാൻ പറ്റും. വാൾ ഒറയിലിടറാന്ന് പറഞ്ഞു. പത്രോസ് വിചാരിച്ച കർത്താവിന് ആരും ഇല്ലാത്തതുകൊണ്ട് കർത്താവ് ഇങ്ങനെ നിന്ന് അടികൊള്ളാൻ പോകുന്നതെന്നാണ് വിചാരിച്ചത്. അതാ പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ടൂൾസ് കിടപ്പുണ്ട്, യവനൊന്നും പറ്റുകയല്ല, ഞാൻ നിൽപ്പുണ്ട് നിൻ്റെ കൂടെ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു വിളിച്ച് അവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾ വരുന്നത് ആളില്ലാത്തതുണ്ടെന്നാണ് വിചാരിച്ചത്, ഒറയിലിടറ വാളെന്ന് പറഞ്ഞു. പിന്നെ അവൻ പതുക്കെ ഉറയിലിട്ടു. എങ്കിലും ഒരു വെട്ടി കൊടുത്തവൻ തീരെ സഹിച്ചില്ല. അവനെ കളിക്കുന്നു ഒറ്റ വെട്ട് കാതാഴെ പോയി. അത് ഒരു 3.5 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് ഇല്ല, അങ്ങനെ പറ്റിയതാ. യേശുപ്പൻ്റെ പിറകെ നടന്ന് വാളുണ്ടെങ്കിലും ഇതിന് റിഹേഴ്സൽ ചെയ്യാനുള്ള സമയമില്ല. രാവിലെ വാൾ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് യേശുപ്പൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വാൾ ഇട്ടുകൊണ്ട്. എന്നാൽ നട്ടരാത്രി എഴുന്നേക്കാന്ന് വിചാരിച്ച് അങ്ങനെ എഴുന്നേക്കുമ്പോഴേ യേശുപ്പൻ അവിടെ ഇരിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടാതെ പോയത് കൊണ്ടാണ് ചെവിയിൽ കൊണ്ട്. അല്ലെങ്കിൽ തലയൊക്കെ വെട്ടിക്കളയുക പത്രോസിന് വലിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. നമ്മളും അങ്ങനെ അല്ലേ? എന്തൊരു ശാന്താണെന്നൊക്കെ. നമുക്കെതിരെ ഒരുത്തൻ വാളൂരും, അവൻ വില്ല് കൊലച്ചങ്ങനെ ഉഷാറായിട്ട് നിൽക്കും. അപ്പൊ അവന്റെ വിലാപ്പുറം അടിച്ച് തകർക്കാനല്ല ദൈവം നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ കരാട്ട പഠിച്ചിട്ട് നിൽക്കുന്നത്. എന്തിനാണ്? അവന്റെ വിലാപ്പുറം അടിച്ച് തകർക്കാൻ അല്ലേ? ഒറ്റ കിക്ക് അവന്റെ വില്ലും എല്ലാം കൂടെ അപ്പുറത്തുനിന്ന് വീഴും അല്ലേ? പിന്നെ ക്ഷീണിതനൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും, ഓ ഇപ്പോ ഞാൻ പണ്ടത്തെ പോലെ ഒന്നും എന്ന് പറഞ്ഞാൽ വയ്യ. അതൊരു മാനസാന്തരമൊന്നും അല്ല. ആരോഗ്യം ഉള്ളപ്പം പെടുന്നതാണ് മാനസാന്തരം. പോത്തിഫറിന്റെ ഭാര്യ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഒറ്റ മനുഷ്യൻ അതിൻ്റെ അകത്തില്ല. അയാളോട് ഞാൻ പാപം ചെയ്യത്തില്ല, ഇറങ്ങി ഓടിക്കളഞ്ഞു, മുണ്ടവര് പിടിച്ചു വെച്ചു അല്ലേ? അങ്ങനെയാണ് സൗമ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൗമ്യത ഉണ്ടോ എന്ന് അറിയാൻ അയാളെ കൊണ്ട് ജയിലിലിട്ടിരുന്നു അല്ലേ? അയാളെ കൊണ്ട് ജയിലിലിട്ടിരുന്നു. നമ്മളാണെന്നെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജയിൽ പുള്ളിയായിട്ട് പിന്നെ മെനക്കെടാറ്റേ വരുള്ളൂ. എന്തായാലും ഞാൻ നിഷ്കളങ്കനായിട്ട് ജീവിച്ച ഇവിടെ ഇതാണ് ഗതി. എന്നാ പിന്നെ ഇനി ഇറങ്ങിയിട്ട് കാണിച്ചിട്ട് തന്നെ കാര്യം. പോത്തിഫറിന്റെ വീട്ടിന് ബോംബ് വയ്ക്കാം അല്ലേ? പക്ഷെ ആ സൗമ്യനായ മനുഷ്യൻ അകത്ത് കിടന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവൻ തെളിയിച്ചത് ഞാൻ സൗമ്യനാണെന്നാണ് തെളിയിച്ചത്, ഞാൻ നിഷ്കളങ്കനാണെന്നാണ് തെളിയിച്ചത്, ഞാൻ നീതിമാനാണെന്നാണ് തെളിയിച്ചത്. അതുകൊണ്ട് അയാളെ കർത്താവ് കൊട്ടാരത്തിൽ കൊണ്ടിരുത്തിയിട്ട് പോത്തിഫറിന്റെ രണ്ടാമനായിട്ടിരുത്തി. നമ്മളെയൊക്കെ അങ്ങനെ കൊണ്ടിരുത്തിയുള്ള ഗതിയാലും ചോദിക്കുക, രണ്ടാമനായിട്ട് ഇരുത്തിയാൽ ആദ്യം നമ്മൾ 10 സഹോദരന്മാരെയും കൊല്ലും. എപ്പോൾ കൊന്നതേട്ടാ മതി, ഓരോരുത്തരായിട്ട് തൂക്കിയിടും. മരണം വരെ തല കുത്തനെ കെട്ടി തൂക്കിയിടും ഇല്ലേ? ഉറപ്പായിട്ടും.
അതുകൊണ്ടാണ് നമ്മളെ കർത്താവ് ഒരു ദർശനവും കാണിച്ചു തരാത്തത്. ഉണക്ക പശുവും തടിച്ച പശുവും അതൊന്നും നമ്മളെ കാണിച്ചു തരാല്ല. ജോസഫിന് ദർശനം കൊടുത്തത് കർത്താവ്. ആ ദർശനം എന്താ രൂപേന് കൊടുക്കാത്തത്? എന്താ യഹൂദയ്ക്ക് കൊടുക്കാത്ത? വേറെ ആർക്ക് കൊടുക്കാത്ത? ഇവന് എന്നെ കൊടുത്തതില്ല. അതാ എന്റെ പ്രത്യേകത. ദൈവം നമുക്ക് ദർശനം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ഒരു ദർശനമില്ല, സംഭവം പരുവക്കേടാണെങ്കിലും കൊള്ളാം. രണ്ടാണെങ്കിലും നിങ്ങൾ കാര്യം പഠിക്കുക, അത്രേ ഉള്ളൂ. എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരിക മാത്രമാണ് എൻ്റെ ധർമ്മം. അത് ചുണ്ടിലേക്ക് വെളിപ്പെടുത്തുക, വാളൂരുക, വില്ലു കൊലയ്ക്കുക. ആ 4 സ്റ്റേജ് നിങ്ങളത് ചുമ്മാ ഇരുന്ന് കണ്ടുപോയി. ദോഷം നിരൂപിക്കുന്ന തലയിൽ കൂടെ പുതപ്പ് മൂടിക്കൊണ്ട് കിടന്ന് നിരൂപിക്കാം. ചുണ്ടിൽ വെളിപ്പെടണമെങ്കിൽ പ്രതി നമ്മുടെ മുമ്പിൽ വരണം. വാൾ വരുമ്പം വേറൊരു സ്റ്റേജാണ്. വില്ല് കൊലച്ചാൽ നിൽക്കുന്നത് ഫൈനൽ സ്റ്റേജാണ്. നമുക്കെതിരെ എത്രയോ പേര് അങ്ങനെ കർത്താവ് കൊലപ്പിച്ച് നിർത്തുന്നറിയാവോ? ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം അറിയണം. ബാലുവിനെ ദൈവം എഴുന്നേൽപ്പിച്ച് എനിക്കെതിരെ വില്ല് കൊലച്ച് നിർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെ സൗമ്യനാക്കാനാണ്, അല്ലാതെ എന്നെ കലിപ്പാക്കാനല്ല. എന്നെ സൗമ്യനാക്കാനാണ് ബാലുവിനെ ഇങ്ങനെ വില്ല് കൊലച്ച് നിർത്തുന്നത്. ബാലു വില്ല് കൊലയ്ക്കുമ്പോൾ ഞാൻ ചവിട്ടി ദൂരെ കളയും. അപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും ദുഷ്ടനായി. കിട്ടുന്നുണ്ടോ? എന്നെ നീതിമാനാക്കാനാണ് ബാലുവിനെ വാളൂരി നിർത്തുന്നത്. അപ്പൊ ഞാനാണ് വാലൂരി നിൽക്കുന്നതെങ്കിൽ ബാലുവിനെ നീതിമാനാക്കാൻ എന്നെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഡ്യൂട്ടി എന്തായാലും ഉണ്ട്. വാസ്തവത്തിൽ നമ്മളൊക്കെ എത്രയോ പേരെ നീതിമാന്മാരാക്കിയിട്ടുണ്ടല്ലേ? ഇല്ലേ? നമ്മളൊക്കെ എത്രയോ പേരെ സൗമ്യന്മാരാക്കിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് കൊലച്ച് നിൽക്കുകയല്ലേ, കപ്പ കൊലച്ച് നിൽക്കും പോലെ. സ്തോത്രം. നമ്മളെ സൗമ്യനാക്കാൻ, നമ്മളെ നീതിമാനാക്കാൻ കർത്താവ് പലരെയും ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, നമ്മളെ നീതിമാനാക്കാൻ, നമ്മളെ സൗമ്യനാക്കാനാണ്. അസലായിട്ട് ദൈവം നമുക്കെതിരെ ഒരുത്തനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. കാരണം നമ്മളെ ശരിയാക്കാൻ കർത്താവ് അയാളാക്കി വെച്ചിരിക്കുക. ഇല്ല, ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ കറക്കുന്ന സാധനം ഇല്ലെങ്കിൽ ഗതിയാലോ ചോദിക്കുക. അപ്പൊ ആ മിഷനാണ് പ്രധാനം. അപ്പൊ എന്നെ ശരിയാക്കാൻ എഡ്വിൻ സാറിനെയും ബാലുവിനെയും കർത്താവ് ഏർപ്പാട് ചെയ്തു. എന്നെ സൗമ്യനാക്കാൻ രണ്ടുപേരും കൂടെ ഞെരുക്കുകയാണ്. പിടിയോ? എല്ലാം പിടിയിട്ടല്ലോ. നമ്മൾ പുതിയ ചെരുപ്പോട്ട് ഇട്ടിട്ട് ആരും എടുത്തോണ്ട് പോയി. നമ്മുടെ ആണെങ്കിൽ ഇത്ര നേരം ആരാധനയ്ക്ക് അത്ര ഇരുന്ന് തണുത്തിരുന്ന് ഉണ്ടാക്കിയ സൗമ്യത മൊത്തം പോയി. ഇറങ്ങിയപ്പോ ചെരുപ്പ് കാണാനില്ല. ഞാൻ ഇവിടെ ഇടുന്നുണ്ടോ? ഇതാ ഇതിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ സൗമ്യനാണോ എന്നറിയാൻ, നമ്മളെ സൗമ്യത പഠിപ്പിക്കാൻ കർത്താവ് ചിലത് ചെയ്യും. നിസാര പരിപാടിയല്ല കർത്താവ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഭയങ്കര ടെസ്റ്റ് ഒക്കെ ഇട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്, അങ്ങനെയൊന്നും കൊണ്ടുപോകല. ചെറിയ പരിപാടി. ടെസ്റ്റ് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളെപ്പോലൊരു ദുഷ്ടൻ വേറെ കിട്ടാനില്ല. നമ്മളൊക്കെ ഈ ഇരിക്കും പോലെ ഡീസൻ്റ് ഒന്നും അല്ല. ചുമ്മാ ഒരു ടെസ്റ്റ് അടിച്ച് മാറ്റിയാൽ നല്ല ക്വാളിഫൈഡ് വിക്കറ്റ് മാൻ ആണെന്ന് തെളിയും. എന്ന് പറഞ്ഞാൽ നല്ല ഇരുത്തം വന്ന ദുഷ്ടൻ. സ്തോത്രം. നിങ്ങൾക്കെല്ലാം മനസ്സിലായി. തണുപ്പ് കുറച്ചുകൂടി കൂട്ടിയിടുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ നല്ല നല്ല അന്തരീക്ഷമാണ് അല്ലേ? അത് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടായിരിക്കാം അല്ലേ? എനിക്കറിയില്ല. അപ്പൊ നമ്മള് സൈത്താന്റെ കാര്യം പറഞ്ഞു, നീതിമാന്റെ കാര്യം പറഞ്ഞു, സൗമ്യന്റെ 4 കാര്യം പറഞ്ഞു, 3 കാര്യം പറഞ്ഞ. 1, നല്ല പേരുകൾ. 2, അവരുടെ ബ്ലെസ്സിങ്സ്. 3, എന്താ നെഗറ്റീവായിട്ടുള്ളവൻ അല്ലെങ്കിൽ ദുഷ്ടൻ നീതിമാനോട് ചെയ്യുന്ന 4 കാര്യങ്ങൾ. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാനേ. നമ്മളാണോ വില്ല് കൊലച്ചുകൊണ്ട് നിൽക്കുന്നത്, അപ്പുറത്തെ കക്ഷിയാണോ വില്ല് കൊലച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പഠിക്കുക. എന്നിട്ട് നമ്മൾ ദുഷ്ടനാണോ നീതിമാനാണോ എന്ന് തിരിച്ചറിയുക. സിമ്പിൾ ടെസ്റ്റാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 4, ദുഷ്ടനെതിരെയുള്ള ദൈവത്തിന്റെ പദ്ധതി. ദുഷ്ടനെതിരെയുള്ള ദൈവത്തിന്. അതാണ് ഞാൻ ഈ സാധനം പഠിക്കണ്ട, ഇതെന്തിനാണ് വെറുതെ ആൾക്കാരെ സമയം കളയിക്കുന്നത് കർത്താവേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞത്. ഇനി അവർ നീതിമാൻ അല്ലെങ്കിലോ ഇത് അവർക്കുള്ളതല്ലേ അല്ലേ? ഞാൻ അഥവാ നീതിമാനാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് അബൻഡൻസും
ശാശ്വതവും തൃപ്തിയുമാണ്. ഇനി അഥവാ നമ്മൾ നീതിമാൻ അല്ലെങ്കിലോ? സ്നാനപ്പെട്ടതൊക്കെ ശരിയാ, ബൈബിൾ വായിക്കുന്നതും ശരിയാ, മത്സരിച്ച് വായിക്കുന്നതും ശരിയാ, ഇതൊക്കെ ശരിയാ. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എല്ലാവരും മത്സരിച്ച് വായിക്കുന്നുണ്ട്. എല്ലാ വീട്ടുകാരും ഇപ്പോൾ ഏറെക്കുറെയൊക്കെ തകർപ്പം വായനയാണ്, വലിയ സന്തോഷമുണ്ട് അല്ലേ? ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ തുടങ്ങിയെന്നറിയുന്നു, അതിലും സന്തോഷമുണ്ട്. ഇതെല്ലാം നിലനിൽക്കണം, തകർത്ത് പിടിക്കണം. എല്ലാവരിലും പുരോഗമനം ഉണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അല്ലേ? 5 വരെ ക്യാമ്പിന് പറഞ്ഞു വിട്ടു, ഒരാളെ ഇവിടെ ഉള്ളു, ബാക്കിയുള്ളൊരു വഴിയിലാണോ പഴയ സ്ഥലത്ത് നിന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല അല്ലേ? നമ്മൾ മറ്റേ അവനെ മുടന്തിരടുത്ത് പറഞ്ഞ് ഇപ്പോൾ കിടക്കെടുത്തോട്ട് പോടാന്ന് പറഞ്ഞു, അവൻ പോയി അപ്പുറത്തൂടെ കറങ്ങി കിടക്ക വിരിച്ചൊക്കെ കമന്ന് കിടക്കുക. നമുക്കറിയാൻ പറ്റുമല്ലോ എന്താണ് അന്തരീക്ഷം എന്ന്. ഏതായാലും കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് കം ബാക്ക്. അപ്പൊ ദുഷ്ടനെതിരെയുള്ള കർത്താവിന്റെ 7 പരിപാടികൾ. നമ്പർ 1, 13-ാം വാക്യം. 1 and 2 അവിടെ കിടപ്പുണ്ട്, വായിക്കേ. കർത്താവ് അവനെ നോക്കി ചിരിക്കും. ഒന്ന് കർത്താവ് ചിരിക്കും. നമ്മളെ നോക്കി, നീതിമാനെ നോക്കിയും ചിരിക്കും, ദുഷ്ടനെ നോക്കിയും ചിരിക്കും. 2 ചിരിക്കും 2 അർത്ഥമാണ് അല്ലേ? നീതിമാനെ നോക്കി കർത്താവ് സ്നേഹത്തിന്റെ ചിരിയാണ്, ദുഷ്ടനെ നോക്കി ചിരിക്കുന്നത് ഇരക്കിയെ വച്ചിട്ടുണ്ട്. അവന്റെ ആ കളി കണ്ടിട്ട്, അവന്റെ ചാട്ട കണ്ടിട്ട് ചിരിക്കുകയാണ് അല്ലേ? ചില പിള്ളേർ സ്കൂട്ടറിലൊക്കെ പോകുന്ന പോക്കാണ് നമ്മൾ ചിരിക്കുന്നുണ്ട്, നമുക്കറിയാം ഇതെവിടെ അല്ലേ? ചിലരുടെ നിൽപ്പും മട്ടും ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ആ നിൽപ്പും മട്ടും ഒരു പരിഹാസമാണ് അല്ലേ? ഒരാള് മെസ്സിയെ പോലെ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് ചിരി വരും. കാരണം ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതെ, ചിലർ പട്ടാളമായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ പോലും പട്ടാളത്തിന്റെ തൊപ്പിയും പട്ടാളത്തിന്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് റോളെ പോകുന്ന ആളാണ്. അവനെ കാണാൻ നമുക്കൊരു ചിരി വരും. നമ്മൾ ചിരിക്കുന്ന ചിരി എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നുള്ള ചിരിയാണ്. എല്ലാം പിടിയിട്ട് കാണുമല്ലോ. ഇനി നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാതെ ലെറ്റ്സ് കം ഡൗൺ. അപ്പൊ ഒന്ന്, കർത്താവ് ചിരിക്കുകയാണ് അവനെ നോക്കിയിട്ട്. അപ്പൊ അതിന്റെ സെൻസ് മനസ്സിലാക്കണം. അല്ല കർത്താവ് ചിരിക്കും എന്ന് മുന്നേ അടുത്ത പ്രസംഗത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾ ദുഷ്ടനെതിരെ കർത്താവ് ചിരിക്കും എന്ന് പറയരുത്. ഇത് സാധനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് സാധനം എന്ന്. അതിലാണ് മികവ്. നമ്പർ 2, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവന് വേണ്ടി ഒരു ദിവസം ഒരുക്കുന്നു. നമ്പർ 1, ദൈവം അവനെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ അവനെ നോക്കി ചിരിക്കുന്നു. പരിഹസിക്കുന്നു എഴുതിക്കൊള്ളാം, നല്ലതാ. 2, ദൈവം അവന് വേണ്ടി ഒരു ദിവസം ഒരുക്കുന്നു. ഈ അവന് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയാണോ എന്നുള്ളത് നോക്കിക്കോണം, പിന്നെ നോക്കിക്കോണം. അപ്പൊ 2 ആയല്ലേ. 3, 15-ാം വാക്യം. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ, അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ കടക്കും. കണ്ട, ദുഷ്ടന്റെ വാള് ദുഷ്ടന്റെ ഹൃദയത്തിൽ തിരിച്ചു കടക്കും. നമ്പർ 3 പറഞ്ഞു കഴിഞ്ഞു. നമ്പർ 4, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. വില്ല് കൊലച്ചു പിടിക്കാം, പക്ഷെ സംഭവം കയ്യിൽ നിന്ന് പോകില്ല, ഓടിക്കും. ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും എതിരെ വില്ല് കൊലച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അറിയണം, അത് ഓടിയും. അത് അടിക്കാൻ കർത്താവ് സമ്മതിക്കുകയില്ല. വാള് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ ഹൃദയത്തിൽ തന്നെ കയറും അല്ലേ? നമ്മൾ സൗമ്യനെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോഴുള്ള സൗമ്യതയേ ഉള്ളൂ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിക്കനോട് പോലും സൗമ്യമായിട്ടല്ല നമ്മൾ പെരുമാറുന്നത്, വളരെ ക്രൂരമായിട്ടാണ്. വില്ല് ഒടിഞ്ഞു പോകും. 5, 17, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും. അവന്റെ കൈ ഒടിഞ്ഞു പോകും. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? ദൈവം അവനെ നോക്കി പരിഹസിക്കുന്നു, അവന് വേണ്ടി ഒരു തീയതി നിശ്ചയിച്ചിരിക്കുന്നു, അവന്റെ വാൾ അവന്റെ ചങ്കിൽ കയറും, അവന്റെ വില്ല് ഒടിഞ്ഞു പോകും, അടുത്ത് അവന്റെ കൈ ഒടിഞ്ഞു പോകും. കണ്ടോ, അവൻ കൊലച്ച കൈ വരെ ഒടിഞ്ഞു. ഇനിയാണ് രസം. ഇനി 20-ാം വാക്യം. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. നശിച്ചു. അടുത്ത വാക്ക് ക്ഷയിച്ചു പോവും. 7 നമ്മളിപ്പോ സമൃദ്ധിയുടെ ആരംഭത്തിലാണോ ക്ഷയത്തിന്റെ ആരംഭത്തിലാണോ? നമ്മൾ സമൃദ്ധിയുടെ സ്റ്റാർട്ടിങ്ങിലാണോ ഇപ്പൊ കയറിയിരിക്കുന്നത്? ക്ഷയം പിടിച്ചിരിക്കുകയാണോ? നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ വരുന്ന പ്രത്യാശയാണോ, സ്വർഗീയ പ്രത്യാശയാണോ, അതോ അവരനെ ചൊറിയാനുള്ള സംഭവമാണോ അകത്ത് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ തലച്ചോറിന്റെ അകത്ത് നമ്മൾ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്, അല്ലാതെ അവൻ എങ്ങനെ ഒരു പണി കൊടുക്കാം?
അവന് ഉറക്കം വരുന്നില്ല, രാത്രി ഞെട്ടി ഉണരുന്നു, പിന്നെ ചിന്തിക്കുന്നു, പിന്നെയും കിടക്കുന്നു, പിന്നെ എഴുതിക്കുന്നു. എന്തൊരു ടെൻഷനാണിത് അല്ലേ? ഇന്നലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ പിണക്കം മാറ്റണം. അപ്പൊ അവർക്ക് ഒരാളുമായിട്ട് ഭയങ്കര പിണക്കമാണ്. 28 കൊല്ലമായിട്ട് സ്നേഹമായിട്ടിരുന്ന കുടുംബം അവരെനിക്കെതിരെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു കാരണവശാലും മിണ്ടൂല. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഈ പണി മതിയാക്കാം എന്ന് പറഞ്ഞാൽ കർത്താവിന് നിങ്ങളുമായിട്ട് ഒരു പങ്കുമില്ല. അതാ വചനം പറയുന്നത്, വല്ല കയ്പുള്ള വേര് മുളച്ചിട്ട് നിങ്ങൾ അഭക്തരായി തീരുക. കൊച്ചു വേരാണ്, കയ്പുള്ള വേരാ. 28 കൊല്ലം 2 കുടുംബം തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. 28 കൊല്ലം കഴിയുമ്പോൾ അവർക്കെതിരെ എന്താ പറയുക, അപകീർത്തി പറയുക, അതിനെന്താ പറയുക, തെറ്റായത് പറയുക, തിന്മയായത് പറയുക. സ്വാഭാവികമായിട്ട് സഹിക്കാനൊക്കെ ഇല്ല. അതിന് അവരെ കൊണ്ട് പറയിപ്പിച്ചെന്ന് വെച്ചാൽ നമ്മൾ സൗമ്യനാണോ നിഷ്കളങ്കനാണോ നീതിമാനാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ തീരുമാനം എടുത്തു, അവർ വില്ലെടുക്കുമ്പോ നമ്മൾ തീരുമാനം എടുത്തു, ഞാൻ അവൻ്റെ തല വെട്ടും. അവര് വില്ലെടുത്തതേ ഉള്ളൂ, അപ്പോഴേ നമ്മൾ തലവെട്ടും തീരുമാനിച്ചിരിച്ചു. പിശാചിന് റോളില്ല ഇവിടെ, പിശാചിന് ഒരു പണിയില്ല. കാരണം ഇവർ തമ്മിലടിച്ച് ചത്തോളും. അപ്പൊ 28 കൊല്ലം സ്നേഹമായിട്ടിരുന്നതിനാ, അതാണ് പിശാചിന്റെ കളി. സ്നേഹിപ്പിച്ചത് പിശാചാണ്. ലാസ്റ്റിൽ ജസ്റ്റ് നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ അടുക്കി വയ്ക്കുമല്ലോ, നമ്മൾ ക്യാരം ബോർഡ് കളിക്കാൻ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒറ്റയടി ഒറ്റടി കാര്യമുള്ളൂ. അടുക്കി വയ്ക്കാൻ എത്ര സമയം എടുത്തില്ലേ? എന്തിനാ അടുക്കി വെച്ചത്? അടിച്ച് ചെതറിക്കാൻ അല്ലേ? അതുകൊണ്ട് പിശാച് ഒരു ഐഡിയ അല്ലാതെ അടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിശാച് ക്ലീനായിട്ട് അടിക്കും. അവൻ്റെ അടിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്, അവൻ്റെ ഉദ്ദേശം ചെയ്തെടുത്തിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം കരുതലുള്ളവരായിരിക്കണം. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കിട്ടി. 4 പ്രസംഗം കിട്ടി. 4ആയിട്ട് എവിടെയെങ്കിലൊക്കെ ചെന്ന് പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് വായിച്ച് പഠിക്കുക, ഇതിനുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക, ബൈബിളിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ 4 പ്രസംഗത്തിൻ്റെ ഫോർമാറ്റ് പറഞ്ഞതാണ്. ഇനി നമുക്ക് സങ്കീർത്തന പ്രബോധനം പറയാം. സ്വതന്ത്രം. നിങ്ങളെ സൗമ്യത പഠിപ്പിക്കാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ സൗമ്യരും അല്ലേ ഡീസൻ്റ് ആക്കും ഞാൻ. തിരിച്ചുരാം. എത്ര രസമാണ് നോക്കുക വാക്യങ്ങൾ. നമ്പർ 1, 11-ാം വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. നിങ്ങൾ കാണാതെ പഠിച്ച വാക്യം. ഈ സൗമ്യത എന്നൊക്കെ പറയുന്നത് ത്രൂ ഔട്ട് ബൈബിൾ ഉപയോഗിക്കുന്ന സാധനമാണ്. സൗമ്യരാവണമെങ്കിൽ നമ്മൾ ശരിക്കും ശരിയായാലേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിയാവാതെ ഈ ക്വാളിറ്റി വെളി വരൂല. മുഴുവൻ തേങ്ങയെന്ന് എണ്ണ എടുക്കാൻ നോക്കൂല. എണ്ണ ഉണ്ട് അതില്, പക്ഷെ മുഴുവൻ തേങ്ങ എടുക്കാൻ നോക്കൂല. അതിങ്ങനെ പൊതിച്ച്, പിന്നെ തേങ്ങ പൊട്ടിച്ച്, പിന്നെ കൊണ്ടുവന്ന് ഉണക്കി, പിന്നെ അതിൽ നിന്ന് ഇളക്കിയെടുത്ത്, പിന്നെ അതിനെ കുഞ്ഞായിട്ടരിഞ്ഞ്, പിന്നെ ഒന്നുകൂടെ ഉണക്കി, പിന്നെ ചക്കിൻ്റെ അകത്തിട്ട് അപ്പോഴടി കൂടി ഇങ്ങനെ കിനിഞ്ഞു വരും. അതാണ് സൗമ്യത. നമുക്കാണെങ്കിൽ മുഴുവൻ തേങ്ങയെന്ന് കിട്ടുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മുഴുവൻ തേങ്ങയെന്ന് ഇങ്ങനെ തടവി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇഷ്ടമാണ്. അത് നടക്കൂല. ഇതിനെ ഇത്ര പ്രോസസ്സ് കഴിഞ്ഞ് ചക്കിലിട്ട് ആട്ടി, അപ്പോൾ പിണ്ണാക്ക് മേലോട്ട് എടുക്കും, സൗമ്യത താഴോട്ട് വരും. ഇത് എന്നെ സൗമ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള പിശാചിന്റെ തന്ത്രമാണ് അല്ലേ? നിങ്ങൾ ഉറങ്ങി കാണിക്കുമ്പോൾ ഞാൻ സൗമ്യനാണോ എന്ന് ഞാൻ ആത്മീക കോപം വരും എനിക്ക്. സ്പിരിച്വൽ ആങ്കർ എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പിശാചിന്റെ ആങ്കർ അല്ല, ഇത് സ്പിരിച്വൽ ആങ്കർ എന്ന് പറയും. ഇസ്രായേൽ സൈന്യത്തിലുള്ളവർ ചെന്ന് അപ്പുറത്തെ സൈന്യത്തിൻ്റെ അടുത്തൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പറഞ്ഞു, നമ്മളെ പെരുവിരൽ മുറിച്ചു തരാമെന്ന്. ഈ കേസ് ശൗൽ അറിഞ്ഞു. ഇസ്രായേലിലെ ആൾക്കാർ എന്ന് ശത്രു സൈന്യത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പെരുവിരൽ മുറിച്ചു തരാമെന്ന്. പെരുവിരൽ മുറിച്ചവന്മാരെ യുദ്ധത്തിന് കൊള്ളൂല. ഈ കേസ് ശൗൽ അറിഞ്ഞോട്ട് ശൗൽ ഇങ്ങോട്ട് വന്ന് അവൻ്റെ കയ്യിൽ അവൻ്റെ ഏറുകാള ഉണ്ടായിരുന്നു. ഏറുകാള എന്ന് പറഞ്ഞാൽ ജോഡി, പെയർ. എത്ര പേർ ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. കാള ഇങ്ങോട്ട് പിടിച്ച് എമ്മരെ മുമ്പിൽ വെച്ച് വെട്ടി പീസാക്കിയിട്ടുണ്ട്. നിന്നേക്ക് എല്ലാവരും ഇതുപോലെ പീസാക്കി കളയും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വിരൽ മുറിച്ചാൽ എല്ലാവരും ഇതുപോലെ വെട്ടിക്കളയും ഞാൻ. അതെന്താ ശൗൽ അങ്ങനെ കാണിച്ച്?
അതാണ് ആത്മീയ സ്പിരിച്വൽ ആങ്കർ എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. അല്ലാതെ ശൗൽ അവിടെ നിന്ന് അയ്യോ അങ്ങനെ ചെയ്യരുത് കേട്ടോ, വിരൽ പോയാൽ ഒന്ന് കാണാൻ കൊള്ളുകയല്ല, കൂട്ടക്സ് ഒക്കെ ഇടാനുള്ളതല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ സൗമ്യനായിട്ട് നിന്നാലേ അവർ എവൻ്റെയും കൂടെ വിരൽ പിടിച്ച് മുറിക്കും. അതുകൊണ്ട് ശൗല അങ്ങോട്ട് ഉഷാറായി കാളെ ഇങ്ങോട്ട് പിടിച്ച് വെച്ച് പീസാക്കി കാണിച്ചു കൊടുത്ത് കൊന്നുകളയും. അതാണ് സ്പിരിച്വൽ ആങ്കർ. അപ്പം ആ സൈസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉറങ്ങി കാണിച്ചാൽ. ഞാൻ എണീപ്പിച്ച് ചേർത്ത് പിന്നെ വിഷമമൊന്നും പറയരുത്. അത് ചിലപ്പോൾ പാസ്റ്ററെ ഉറങ്ങിയതല്ല, നിങ്ങൾക്ക് തോന്നിയതാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ കേൾക്കാതെ ചിലർ ഉറങ്ങുന്നുണ്ട്, അവരെ നമ്മൾ വിട്ടു. അത് അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക, പുറയിലോട്ട് വീണ് പോകാതിരിക്കുക. അടുത്തിരിക്കുന്ന തിരിച്ചു വരണം. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ പറയുന്നത് കഴമ്പുള്ള കാര്യമായതുകൊണ്ടേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഒരല്പം റിസ്ക് ആയിരിക്കും. എനിക്കറിയാം, ഓടുകയും ബഹളം ഒക്കെ അടുത്തിരിക്കുന്ന ആളിനെ തട്ടിയിട്ട് പറ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ അങ്ങനെ ഒന്ന് ശല്യം ചെയ്തിരിക്കുന്നത് ഈ സാധനം അകത്തോട്ട് കയറ്റാൻ വേണ്ടിയാ. ദൈവമക്കളെ, സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ക്വാളിറ്റി, നമ്മുടെ അകത്ത് ഒരു 99% ഒക്കെ ശരിയായി വന്നാലേ ഈ സൗമ്യത വെളിപ്പെടുള്ളൂ. സൗമ്യത അഭിനയിക്കാനൊന്നും പറ്റില്ല. താഴ്മ അഭിനയിക്കാം, സൗമ്യത അഭിനയിക്കാൻ പറ്റത്തില്ല. താഴ്മയും സൗമ്യതയും തമ്മിൽ അടുത്തടുത്ത് നിൽക്കും, രണ്ടും ഒന്നല്ല. സൗമ്യത അഭിനയിക്കാനേ പറ്റില്ല, അത് ക്വാളിറ്റിയാണ്. താഴ്മ നമുക്ക് അഭിനയിക്കാൻ പറ്റും. നമുക്കിങ്ങനെ രക്തതാഴ്മയും സ്തോത്രം. ബ്രദറെ, ചില നാളുകളായി ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. സൗമ്യത സാധനം വേറെയാണ്. സൗമ്യത ഇൻട്രിൻസിക് ക്വാളിറ്റിയാണ്. ലെറ്റ്സ് കം ഡൗൺ. അപ്പോൾ ഇവിടെ സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. കർത്താവ് മലമേൽ പയറുന്നതിന് പറഞ്ഞ എന്തുവാ? സൗമ്യതയുള്ളവർ അല്ലേ? പൗലോസൊക്കെ ഒരുപാട് സ്ഥലത്ത് പറയുന്നത്, ഞാൻ വാക്യങ്ങളൊക്കെ എടുത്ത ഒരുപാട് വിശദമായി പോകും പ്രസംഗം, ഞാൻ അങ്ങോട്ടേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. യേശുക്രിസ്തു ജനിച്ചു. നമ്മുടെ ഇടയന്മാർ വന്നിട്ട് പറയുന്നൊരു ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? കരോളുകാർ വീട്ടിൽ വന്നിട്ട് അതാണ് പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അല്ലേ? സമാധാനം. ആ വാക്കിന്റെ അർത്ഥം അറിയാമോ? നമ്മളൊരു കുഞ്ഞുവാവയെ കിടത്തിയിട്ടാണ് ഇത് പറയുന്നത്. അത്യുന്നതങ്ങളിൽ ഈ കിടക്കുന്ന കുഞ്ഞ് മഹത്വമാണ് എന്ന് പറഞ്ഞാൽ, ഈ കിടക്കുന്ന കുഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വമാണ്. 2, ദൈവം ഈ കുഞ്ഞിലൂടെ ആരിലൊക്കെ പ്രസാദിക്കുന്നുവോ അവർക്കെല്ലാം സമാധാനം. കേൾക്കായോ? ഈ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിന് മഹത്വമാണ്. അതാവാനാണല്ലോ കർത്താവ് മെനക്കെട്ട് താഴോട്ട് ഇറങ്ങി വന്നത്. ജഡമെടുത്ത് താഴേക്ക് ഇറങ്ങി വന്നത് കർത്താവിൽ നിന്ന് അന്യപ്പെടുത്തി കളഞ്ഞ മാനവകുലത്തെ രക്ഷിച്ച് കർത്താവിന് വേണ്ടി സ്വർഗത്തെ കൊണ്ട് നിർത്തി കൊടുക്കാനാണ്. അപ്പോൾ ഈ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിന് മഹത്വമാണ്. ഈ കുഞ്ഞിലൂടെ ആരിലെല്ലാം കർത്താവ് പ്രസാദിക്കുന്നുവോ അവർക്കെല്ലാം സമാധാനം. നിർഭാഗ്യവശാൽ ഇത് പറയാൻ പോകുന്ന ഈ ടീമുകൾ ചെല്ലുന്നിടത്ത് ഈ കുഞ്ഞില്ല, പുൽക്കൂടുണ്ട്. അവിടെ ഒരു ഉണ്ണിയേശുവിനെ കിടത്തിയിട്ടുണ്ട്, അത് ഈ കുഞ്ഞുമായിട്ട് ബന്ധമില്ല. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, നെയ്യപ്പമുണ്ട്, പരിപ്പുണ്ട്, ചായ ഉണ്ട്, ഇടിയപ്പമുണ്ട്. ഇതൊക്കെ ചില സ്ഥലത്ത് ഞാനിങ്ങനെ ചെറിയ വാളുകൾ കടത്തി വിടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി. അവിടെ എല്ലായിടത്തും ഇല്ലാത്തത് ഈ ഉണ്ണിയേശു ഇല്ലാതെ അവിടെ ചെന്ന് ഈ വാക്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും കൂടെ വന്ന് കൊട്ടൊക്കെ കൊട്ടി കുറവൊക്കെ ഇട്ട് വന്നിട്ട് ഓത്തുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം. അതേപോലെ ഇതാ കലണ്ടർ മേടിച്ചോ, പൈസതാ. അപ്പൊ ഭൂമിയിൽ യേശുവിലൂടെ ദൈവം ആരിൽ പ്രസാദിച്ചാലും അവന് സമാധാനമാണ്. ചുമ്മാ സമാധാനമല്ല, സമാധാന സമൃദ്ധിയാണ്. ഇനി കർത്താവ് പറയുന്നൊരു വർത്തമാനമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മൾ ഭാഗ്യവാനാവാത്തതിന്റെ കാര്യം എന്തുവാ? നമ്മൾ ഇച്ചിരി ഉള്ള സമാധാനം തൊലയ്ക്കുന്നവരാണ്. നമ്മൾ രംഗത്തെത്തിക്കഴിഞ്ഞാൽ ആ ഉണ്ടായിരുന്ന ആംബിയൻസ് മാറും, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റും. നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ സമാധാനം ഉണ്ടാവുമോ? ഇച്ചിരി ഉണ്ടായിരുന്നത് കൊളാക്കുമോ? ഒരു മെഴുകുതിരി കത്തിച്ച് വച്ചിരുന്നതാണ്, കാറ്റുപോലെ നമ്മൾ അങ്ങോട്ട് ചെന്നു. മെഴുകുതിരി കെട്ടുപോയെന്ന് മാത്രമല്ല, മറിച്ചിട്ട് കളഞ്ഞു. എല്ലാം മനസ്സിലായി. കർത്താവേ, അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമാധാനം ഉണ്ടാക്കണം. സൗമ്യനെ കൊണ്ടേ സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിഷ്കളങ്കനെ കൊണ്ടേ സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ.
നീതിമാനെ കൊണ്ടേ സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സമാധാനം ഇല്ലാത്തടത്താണ് നമ്മളെ കർത്താവ് കൊണ്ടിടുന്നത് സമാധാനം ഉണ്ടാക്കാൻ. ഇവിടെ ഇപ്പൊ തണുപ്പില്ല, AC വെച്ചു. എന്തിനാ? തണുക്കാൻ. 2 വച്ചിട്ടും തണുത്തില്ലെങ്കിലോ എന്ത് ഗുണം? സമാധാന സമൃദ്ധി നമുക്കുണ്ടാവണം. ഇത് നമ്മുടെ തീരുമാനമാവണം. ഇവിടെ മാത്രമല്ല അക്കരെ ചെല്ലുമ്പോഴും. ഇവിടെ മാത്രമല്ല അക്കരെ ചെല്ലുമ്പോഴും എനിക്ക് സമാധാനം ഉണ്ടാകണം. ചുമ്മാ സമാധാനമല്ല, സമാധാന സമൃദ്ധി എനിക്ക് ഉണ്ടാവണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദുഷ്ടൻ വില്ല് കുലച്ച് പല്ല് കടിച്ച് നിൽക്കുന്നതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷനൊന്നും പിടിക്കണം. നിങ്ങൾ ആ സാധനം നോക്കേ വേണ്ട. വചനത്തിൽ പറഞ്ഞ കർത്താവ് അവനെ നോക്കുന്ന, പിന്നെ നമ്മൾ എന്തിനാ അവനെ നോയിക്കൊണ്ട് നടക്കുന്നേ? നമ്മൾ ആരെങ്കിലും നമുക്കെതിരായിട്ട് എഴുതേക്കുക, ഏവരെങ്കിലും എഴുതി വേറെ പണിയില്ല. നിങ്ങൾ പണി നോക്കുക. നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഉത്തമ സമ്പത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് പോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ നോക്കരുത്. ആരെതിരെഴുന്നേറ്റെന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കർത്താവിൽ ആനന്ദിച്ചുകൊള്ളുക, സന്തോഷിച്ചുകൊള്ളുക, പാടുക, ആനന്ദിക്കുക. ആ ആനന്ദം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കയറി വരും. കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞത്, ദീർഘനാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ കർത്താവിനെ പാടുക, സന്തോഷിക്കുക, ആരാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി അല്ലേ? പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ആനന്ദിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ ഒരു ദിവസം ആനന്ദിച്ചുകൊണ്ടിരുന്നപ്പോ അറിയാതെ മാല ഊരിക്കളഞ്ഞെന്ന് ഞാൻ മനസ്സിലാണ്ടോ? അങ്ങനെ ആരും അറിയാതെ മാല ഇട്ട് ഞാൻ കേട്ടിട്ടില്ല. മാല ഊരിക്കളഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഹോളിനകത്ത് കിടന്ന് പറിച്ച് ദൂരെ അറിഞ്ഞവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ഉയർന്ന പൊസിഷനിലാണ്. അപ്പൊ ഇത് അറിയാതെ മാല ഊരിപ്പോയി അല്ലേ? ഭയങ്കര സന്തോഷത്തിലാണ്. അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും കൂടെ ഇല്ല. ഒറ്റയ്ക്ക് പാടി ആനന്ദിച്ച് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് അറിയാതെ മാല ഊരി പോകുക എന്നൊക്കെ പറഞ്ഞത് വലിയ സംഭവമാണ്, കുഞ്ഞുകളിയൊന്നുമല്ല അല്ലേ? പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് കണ്ണാടിയിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു സൗകര്യം വൃത്തികേട് പോലെ. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഒരു ചെറുതിട്ടോട്ടെ, കർത്താവ് വേണം, ചെറുതാണെങ്കിൽ ആയിക്കോട്ടെ. എന്നിട്ട് ആ സന്തോഷം ഇന്ന് വരെ പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന്. അതാണ് എന്നെ ചിന്തിപ്പിച്ച സന്തോഷം അല്ലേ? അപ്പൊ ദൈവം അന്ന് തള്ളി കയറ്റി വിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നാളെ എടുത്ത് ചാടിയിരിക്കുകയാണ് 3 നിലയ്ക്ക് താഴെ. ഇനി തിരിച്ച് അവിടെ കയറണമെങ്കിൽ ഇച്ചിരി വില കൊടുക്കേണ്ടി വരും. അവിടെ നടത്ത് മേലോട്ട് സന്തോഷ സമൃദ്ധിയിലോട്ടാണ് നമുക്ക് കയറാനുള്ളത്. നമ്മൾ താഴോട്ടെടുത്ത് ചാടുകയാണ്. ഇനി നമ്മളെ തിരിച്ചങ്ങനെ കയറ്റി വിടും. ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയാനുള്ള ദൈവകൃപ നമുക്കുണ്ടാവണം, നിശ്ചയമായും ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. ഇതിട്ടാലേ നമുക്കൊരു ഐഡന്റിറ്റി തോന്നത്തുള്ളൂ എന്നൊക്കെ തോന്നുന്നത് ഒരു കുറഞ്ഞ ചിന്തയാണ്. നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി നോക്കിയേ. നമ്മളിടുന്ന ഉടുപ്പിലല്ല നമ്മുടെ മാന്യത. നമ്മളിടുന്ന ഈ പറഞ്ഞ ആഭരണത്തിലൊന്നും അല്ല നമ്മുടെ മാന്യത. നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ എവിടെ ചെന്നാലും ക്വാളിറ്റി ഉണ്ടല്ലോ. ആ ക്വാളിറ്റിക്ക് ഒരു കുറവ് ഇന്ന് വരെ സംഭവിച്ചില്ല. ആരും ഇങ്ങോട്ട് ഇതിട്ടില്ല മാറിയിരിക്കുന്ന ആരും എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടില്ല. പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്ഥലത്തും പോകാനുണ്ട്, എല്ലാ സ്ഥലത്തും പോയാൽ മാന്യതയുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഇതെല്ലാം കൂടി മാറിയിട്ടുണ്ട് എനിക്ക് ചിരി തോന്നാറുണ്ട്. മനസ്സിലാണ്ടോ? ഇതൊക്കെ പണ്ടൊരിക്കൽ എൻ്റെ ഞങ്ങളുടെ ഒരു ബന്ധുവിന് മെഡിസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കൊണ്ട് കുറച്ച് കാശ് കൊടുത്തു. അപ്പോൾ ഞാൻ അയാളെന്താ കാശ് തിരിച്ചു മേടിക്കാൻ വേണ്ടി അയാളെ കാണാൻ പോയി. അയാളെ കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അവർ വിളിച്ചോണ്ട് പോയി. ഞാൻ ചെന്ന് സംസാരിച്ചാലേ കിട്ടത്തുള്ളൂ. എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ ഞാൻ ചെന്നു. ചെന്നപ്പോൾ ഫ്രണ്ടിൽ ബ്ലാക്ക് കാറ്റൊക്കെ നിൽപ്പുണ്ട്. ഡോറിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഡോക്ടർ ബഷീർ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് ഡോക്ടറായിരിക്കും. അത് കയറി നോക്കിയപ്പോൾ ആൾ കംപ്ലീറ്റ് മാലയൊക്കെ ഇട്ട് ഇനി ഇടാൻ ഒരു സ്ഥലമല്ല, എല്ലടോ ഇട്ട ആളിങ്ങനെ പൊന്ന് നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ ബ്രോക്കർ. ഈ മൊത്തം പൈസ ഇവരെല്ലാം പൈസകൾ വാങ്ങിച്ച് പറ്റിച്ച സാധനമാണ് ഈ ഇട്ടോട്ട് നിൽക്കുന്നത്. ഇതിൽ അതൊക്കെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഒരു BMW കിടപ്പുണ്ട്, ഒരു ഫോർച്യൂണർ കിടപ്പുണ്ട്. ഭയങ്കര എല്ലാത്തിലും കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മയുടെ കൊടി തമിഴ്നാട്ടിലെ എല്ലാം കൂടെ കൊണ്ടൊരു ആനച്ചന്തം. എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. ഞാൻ പുള്ളിയായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അക്കാഡമിക് വിഷയങ്ങൾ ചിലത് സംസാരിച്ചു, PhD കുറിച്ചും അങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ പുള്ളി അതെന്തുവാണെന്ന് ചോദിക്കുകയാണ്. ഓറഞ്ച് കച്ചവടക്കാരനായിരുന്ന ആള്
ഇങ്ങനെ പലരെയും പറ്റിച്ച് പൈസ മേടിച്ചിട്ട് അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത് വേറെ അടുത്ത് ഇങ്ങനെ DR റോഡ് വെച്ച് കൊടുത്ത സെറ്റപ്പാണ്, അങ്ങനെ അത് പുള്ളി കൊത്തി വെച്ചിരിക്കുകയാണ്. അവനിത് എന്താണെന്ന് പോലും അറിഞ്ഞു, ഇത് എങ്ങനെ വായിക്കണമെന്ന് അവന് പിടിയില്ല. ബ്ലാക്ക് കാറ്റ് 2 നിർത്തിയിരിക്കുന്നത് അകത്തെ പൈസയൊക്കെ വല്ലവനും വന്ന് എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു കഷ്ടപ്പാട് തലച്ചോക്ക്. അപ്പൊ അവനെ കണ്ടാൽ നമുക്ക് ചിരി വരുന്ന കർത്താവ് ദുഷ്ടനെ നോക്കി ചിരിക്കുന്നു പറയല്ലേ, അതേ ചിരി. ചുരുക്കി അങ്ങ് പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ അവന് ഉടുമുണ്ട് പോലും ഇല്ല. എല്ലാ ആൾക്കാരും കൊണ്ടുപോയി, അവന്റെ വണ്ടിയും പോയി, എല്ലാം പോയി, ഒന്നുമില്ല. ദൈവമക്കളെ, നമുക്കാവശ്യം ഈ പറഞ്ഞ ഞഞ്ഞാ മുഞ്ഞ കാര്യത്തിലെ സന്തോഷമല്ല, തൊലിപ്പുറത്തെ സന്തോഷമല്ല, നിലനിൽക്കുന്ന തൃപ്തിയുള്ള നിത്യമായ സന്തോഷം. അത് സമൃദ്ധമായതാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ മിച്ചമുള്ള ഒരു ആഭരണം ഒന്നും ഒരു ദൂരെ കളയണ്ട. ദൈവകൃപ അകത്ത് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ഇതൊന്നും ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രഷർ ചെയ്യില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മാറ്റാൻ പറയണം. ഞാൻ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പറയാനുള്ള ഇത് വരും എനിക്ക് ചില സമയത്ത്. അപ്പോൾ ഞാൻ പറയും, പ്രസംഗത്തിൽ പറഞ്ഞെന്നും പറയും നിങ്ങളാരും ഇളകി പോണ്ട. മാനസാന്തര അനുഭവം വരുന്നൊരു സ്റ്റേജ് വരും. അതുവരെ യു ജസ്റ്റ് വെയിറ്റ്. കർത്താവ് പറയുമ്പോൾ മാറ്റില്ലെങ്കിൽ പിന്നെ കരഞ്ഞോണ്ട് മാറ്റേണ്ടി വരും. അതുകൊണ്ടോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കർത്താവ് നിങ്ങളടുത്ത് പറയും, ആ സമയത്ത് നിങ്ങൾ ചെയ്തോണം. ഞാൻ പറയുമ്പോൾ ചെയ്യരുത്. കർത്താവ് നിങ്ങളോട് പറയും, ആ സമയത്ത് ചെയ്യണം. ചെയ്തില്ല പിന്നെ ഇങ്ങനെ അയ്യം വിളിച്ച് മാറ്റേണ്ടി വരും. അത് നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഞാൻ കൂടെ കാണും കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ എടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കർച്ചീഫൊക്കെ തന്ന് നമ്മുടെ മുഖമൊക്കെ തുടയ്ക്കാൻ എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ട്. നമ്മളെ ടീം കൂടെ ഇപ്പോൾ നമ്മൾ തന്നെ പാട്ട് സെറ്റപ്പ് എല്ലാം വന്നിട്ടുണ്ട്. ഫുൾ പാർട്ടായിട്ട് കൂടെ കാണും. കരയുന്നത് നിങ്ങൾ തന്നെ ഏങ്ങി കരഞ്ഞുകൊള്ളാം. നമ്മൾ കൂടെ ഇരുന്ന് പഴയ പാട്ടുകൾ പാടിത്തരും. കണ്ണുനീർ താഴ്വരയിൽ അല്ലേ, എൻ്റെ എല്ലാ സായും ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്നെ കരഞ്ഞു ഉപ്പാട് വരേണ്ടി വരും. കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമാധാന സമൃദ്ധി ദൈവം നമുക്ക് തരാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു. ആ സമൃദ്ധിയിലേക്ക് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും കരങ്ങളൊരു ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.